എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കണ്ണീരോടെ അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു നിങ്ങൾ അവരുടെ ദൈവം കൊടുത്ത വിലപ്പെട്ട സമ്മാനമായിരുന്നുവെന്ന്. അത് അവർക്ക് നേരത്തെ അറിയില്ലായിരുന്നു, പക്ഷെ അവരിപ്പോൾ അറിയുകയാണ്. അതേക്കുറിച്ചാണ് നാം ഇന്ന് പറയുന്നത്. നമുക്ക് ഫയലുകളിലേക്ക് പോകാം. നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 2 ഫയലുകളാണ്. 2 ഫയലുകളിൽ ഇഷ്ടമുള്ള ഒന്ന് തിരഞ്ഞെടുത്തതിന് ശേഷം നിങ്ങൾ വീഡിയോ കാണുക. നമുക്ക് ഒന്നാമത്തെ ഈ ഫയൽ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം. അവർ ഇപ്പോൾ വളരെയധികം വിഷമത്തോടെ, വളരെയധികം ദുഃഖത്തോടെ അറിയുന്നു നിങ്ങൾ അവർക്ക് കിട്ടിയൊരു നിധിയായിരുന്നുവെന്ന്. നിങ്ങൾ അവരോട് കാണിച്ച സ്നേഹവും നന്ദിയും അവരോട് കാണിച്ച കടപ്പാടുകളും ആത്മാർത്ഥതയും ഇപ്പോൾ അവരുടെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. കാരണം ഇതുവരെ അവർക്ക് അതേക്കുറിച്ച് മനസ്സിലാക്കാനോ അതേക്കുറിച്ച് ചിന്തിക്കാനോ സാധിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അവർ കൃത്യമായി അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, കൃത്യമായി അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നു. അവർക്ക് മനസ്സിലായിരിക്കുന്നു നിങ്ങൾ അവരോട് കാണിച്ച സ്നേഹം വളരെ വലുതായിരുന്നുവെന്ന്, നിങ്ങൾ അവരോട് കാണിച്ച ഇഷ്ടം വളരെ വലുതായിരുന്നുവെന്ന്. നിങ്ങൾ കൊടുത്ത സ്നേഹം, നിങ്ങൾ കൊടുത്ത ഇഷ്ടം എന്നിവ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. നിങ്ങൾ കൊടുത്ത ഇഷ്ടം മനസ്സിലാക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന തരത്തിൽ അവരും നിങ്ങളും തമ്മിലുള്ള ബന്ധം വളർന്നിരിക്കുന്നു ഇപ്പോൾ. കാരണം അവർക്ക് നിങ്ങളെക്കുറിച്ച് കാര്യമായ അറിവുണ്ടായിരുന്നില്ല. നിങ്ങൾ അവരോട് കാണിച്ച സ്നേഹം അവർ മനസ്സിലാക്കിയിട്ടില്ല. അവർ മനസ്സിലാക്കേണ്ട പോലെ നിങ്ങൾക്കതിൽ ഒരുപക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ ദുഃഖം ഉണ്ടായിരുന്നിരിക്കാം. ഞാൻ കൊടുത്ത സ്നേഹം, ഞാൻ കൊടുത്ത ഇഷ്ടം, ഇതൊന്നും മനസ്സിലാക്കാനുള്ള ശക്തി നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തി കാണിച്ചില്ലല്ലോ എന്നുള്ള ദുഃഖം നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നിരിക്കാം. അങ്ങനെ ആ ദുഃഖം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കെ നിങ്ങളതൊന്നും കണക്കാക്കാതെ അവരെ സ്നേഹിച്ചു. കാരണം നിങ്ങളെ സംബന്ധിച്ച് ആ വ്യക്തിയോടുള്ള ഇഷ്ടമാണ് നിങ്ങൾ കാണിച്ചത്, ആത്മാർത്ഥതയാണ്. ഇപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ച സമയത്ത് തോന്നിയിരുന്നില്ല എന്നോട് ഇത്രയും സ്നേഹമുള്ള ആളാണ്, എന്നോട് ഇത്രയും ഇഷ്ടമുള്ള ആളാണ് എന്നുള്ള ആ ഒരു ചിന്താഗതിയൊന്നും ആ വ്യക്തിക്ക് നിങ്ങളോട് അപ്പോൾ തോന്നിയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ആ വ്യക്തി മനസ്സിലാക്കുന്നു, ഇപ്പോൾ ആ വ്യക്തി തിരിച്ചറിയുന്നു നിങ്ങളുടെ സ്നേഹത്തിൻ്റെ വില. നിങ്ങൾ ആ വ്യക്തിയെ എത്രത്തോളം ഇഷ്ടത്തോടെയാണ് കണ്ടത്, എത്രത്തോളം ഇഷ്ടത്തോടെയാണ് നിങ്ങൾ അനുഭവിച്ചറിഞ്ഞത്, അതിപ്പോൾ ആ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു. കാരണം ഇപ്പോഴാണ് നിങ്ങളുടെ വില അറിയുന്നത്. അപ്പോഴും ആ വ്യക്തി പൊട്ടിക്കരയുകയാണ്. മനസ്സിന് വിഷമമുണ്ട്, ദുഃഖമുണ്ട്. ഏതെല്ലാം പ്രതികൂല സാഹചര്യങ്ങൾ, ഏതെല്ലാം പ്രശ്നങ്ങൾ, ഇതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ആർജവം ആ മനസ്സ് ഇപ്പോൾ ആ വ്യക്തി കാണിക്കുകയാണ്. കാരണം നിങ്ങളെക്കുറിച്ച് തെറ്റിദ്ധാരണയായിരുന്നു ഉണ്ടായിരുന്നത്, പക്ഷെ ഇപ്പോൾ ആ തെറ്റിദ്ധാരണ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ ഈ ഫയലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളെ ഒരു മീച്ചവും ഉണ്ടായിരുന്നില്ല ആ വ്യക്തിക്ക്. നിങ്ങൾ ആ വ്യക്തിയോട് ആത്മാർത്ഥത കാണിച്ചപ്പോൾ, ആ വ്യക്തി ആത്മാർത്ഥമായി സ്നേഹിച്ചപ്പോഴൊന്നും ആ വ്യക്തിക്ക് നിങ്ങളുടെ മൂല്യം മനസ്സിലായില്ല, നിങ്ങളുടെ വില മനസ്സിലായില്ല. നിങ്ങളെ സ്നേഹിക്കേണ്ട പോലെ സ്നേഹിച്ചില്ല, നിങ്ങളെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കിയില്ല. എന്നും നിങ്ങളെ അവജ്ഞയോടെ കണ്ടു. നിങ്ങളെക്കാൾ വലുതാണ് മറ്റുള്ളവർ, നിങ്ങളെക്കാൾ കഴിവുള്ളവരാണ് മറ്റുള്ളവർ, നിങ്ങളെ സ്നേഹിച്ചതും നിങ്ങളുമായിട്ട് അടുത്തതും വലിയ തെറ്റായിപ്പോയി, അല്ലെങ്കിൽ അതിൽ നിന്ന് തനിക്കൊന്നും കിട്ടാനില്ല എന്നൊക്കെ കരുതിപ്പോന്നൊരു വ്യക്തി ഇപ്പോൾ പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിൽ വ്യത്യാസം വന്നിരിക്കുന്നു. ആ വ്യക്തി ഇപ്പോൾ മനസ്സിലായിരിക്കുന്നു താൻ കണ്ടതും താൻ കേട്ടതും താൻ മനസ്സിലാക്കിയതൊന്നും അല്ല കാര്യങ്ങൾ. ഇപ്പോൾ ബോധ്യം വന്നിരിക്കുന്നു ആ വ്യക്തിക്ക്. തൻ്റെ ഭാഗത്തു നിന്ന് കുറേ തെറ്റുകളുണ്ടായിരുന്നു, തൻ്റെ ഭാഗത്തു നിന്ന് ചില തിരിച്ചടികളുണ്ടായിരുന്നു. താൻ ആ വ്യക്തിയെ പരിഗണിച്ചത് മോശമായിട്ടാണ് എന്നുള്ള ചിന്ത വന്നിരിക്കുന്നു. ഇത്രത്തോളം ആത്മാർത്ഥമായിട്ട് എന്നോട് പെരുമാറിയ, എന്നെ സ്നേഹിച്ച, എന്നെ ജീവന തുല്യം കരുതിപ്പോന്ന ഒരാളോട് ഞാൻ മോശമായി പെരുമാറിയല്ലോ, ഞാൻ മോശമായി പരിഗണിച്ചല്ലോ എന്നുള്ള ദുഃഖം ഇപ്പോഴും ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. ആ വ്യക്തിക്ക് അത് മനസ്സിലാക്കാൻ വൈകിപ്പോയതിൻ്റെ ദുഃഖമുണ്ട്. നിങ്ങളെ പരിഗണിക്കാതിരുന്നപ്പോഴും നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചു, ഇഷ്ടപ്പെട്ടു. നിങ്ങളെ
ഇഷ്ടപ്പെടാതിരുന്നിട്ടും നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചു. അതൊക്കെ ആ വ്യക്തിയുടെ മനസ്സിൽ ഉള്ളിലുരുകുകയാണ്. മാത്രമല്ല ആ വ്യക്തി നിങ്ങളെ താറടിച്ച് കാണിക്കാൻ ശ്രമിച്ചപ്പോൾ, ചെറുതായി കാണാൻ ശ്രമിച്ചപ്പോൾ, നിങ്ങളുടെ ശക്തി നിങ്ങൾക്ക് നൽകിയ നന്മകൾ, നിങ്ങളുടെ ശക്തി നിങ്ങൾക്ക് നൽകിയ അവസരങ്ങൾ, മുന്നേറ്റങ്ങൾ, അതൊക്കെ ഇപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ നിൽക്കുകയാണ്. കാരണം ഞാൻ എൻ്റെ വ്യക്തിയെ പരിഗണിക്കാതിരുന്നപ്പോൾ എൻ്റെ വ്യക്തിക്ക് ഈശ്വരൻ നൽകിയ ശക്തി, ആ ചൈതന്യം, സമൃദ്ധി, ഇപ്പോൾ അത് കണ്ട് ആ വ്യക്തിയുടെ കണ്ണ് മഞ്ഞളിക്കുകയാണ്. നിങ്ങൾക്ക് ഏത് കാര്യത്തിലാണോ പിന്നോക്കമെന്ന് ആ വ്യക്തി കരുതിയിരുന്ന കാര്യം, ആ കാര്യത്തിൽ നിങ്ങളെ ഒരുപാട് ആ വ്യക്തി വിഷമിപ്പിച്ചിരുന്നു. ആ കാര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശക്തി ഒരു മുന്നേറ്റം നൽകിയിരിക്കുന്നു. അതിപ്പോൾ ആ വ്യക്തി കണ്ണുകൊണ്ട് കാണുമ്പോൾ ആ വ്യക്തിക്ക് കുറ്റബോധം തോന്നുന്നുണ്ട്. ഞാൻ അവഗണിക്കരുതായിരുന്നു, പക്ഷെ ഞാൻ അവഗണിച്ചു. പക്ഷെ ആ വ്യക്തിക്ക് ഈശ്വരൻ അനുഗ്രഹം നൽകിയിരിക്കുന്നു. അത് കാണുമ്പോൾ കുറ്റബോധമുണ്ട്, നഷ്ടപ്പെട്ടു പോയ മണ്ടത്തരത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ട്, ഒക്കെ ആ വ്യക്തിക്ക് തോന്നുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.